ഹായ് ഓൾ, നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ലാസ്റ്റ് പ്രോബ്ലം ചെയ്യാം. നമ്മൾ 2 ടൈപ്പ് പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 3ാമത്തെ ടൈപ്പാണ്. ഓക്കെ. ഡിസൈൻ വൺ ഓഫ് ദ ഫ്ലൈറ്റ്സ് ഓഫ് ഡോഗ് ലെഗ്ഡ് സ്റ്റെയർസ് സ്പാനിങ് ബിറ്റ്വീൻ ലാൻഡിംഗ് ബീംസ് ലയബിൾ ടു ഓവർ ക്രൗഡിങ് യൂസിങ് ദ ഫോളോയിങ് ഡാറ്റ. അപ്പം ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ കേസിൻ്റെ ഒരു ഫ്ലൈറ്റ് ഡിസൈൻ ചെയ്താൽ മതി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോർമലി നമ്മൾ ഒന്നേ ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഒരു സ്റ്റെയർ കേസ് റൂം തന്നു കഴിഞ്ഞാലും നമ്മൾ അതിൽ 2 ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ ഒരു ഫ്ലൈറ്റ് എടുത്ത് നമ്മൾ ഡിസൈൻ ചെയ്യും. ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സെക്കൻഡ് ഫ്ലൈറ്റും സെയിം തന്നെയാണ്. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് തന്നെ ക്വസ്റ്റിൽ പറഞ്ഞു ഒരു ഫ്ലൈറ്റ് ഡിസൈൻ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ഡയറക്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, സെയിം തന്നെയാണ്. ഓക്കെ, സ്പാനിങ് ബിറ്റ്വീൻ ലാൻഡിംഗ് ബീംസ്. അപ്പം ഇത് സപ്പോർട്ട് കണ്ടീഷൻസ് വ്യത്യാസമുണ്ട്. ഓക്കെ, ഇവിടെ സ്പാനിങ് ബിറ്റ്വീൻ ലാൻഡിംഗ് ബീംസ്, അതായത് ലാൻഡിംഗ് ബീംസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ലയബിൾ ടു ഓവർ ക്രൗഡിങ്, അതായത് ഓവർ ക്രൗഡിങ് വരുന്ന കേസാണ്. അതായത് ലൈവ് ലോഡ് നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ 5 kN/m² നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, യൂസിങ് ദ ഫോളോയിങ് ഡാറ്റ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻ ദ ഫ്ലൈറ്റ്. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റെപ്സ് തന്നിട്ടുണ്ട്, അതായത് ട്രെഡ് 10 നമ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ ട്രെഡ് ഈസ് ഈക്വൽ ടു 300 mm. ട്രെഡിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 300 mm ആണ്. റൈസ് 150 mm. വിഡ്ത്ത് ഓഫ് ലാൻഡിംഗ് ബീം 300 mm. ആ ലാൻഡിംഗ് ബീമിൻ്റെ വിഡ്ത്തും തന്നിട്ടുണ്ട്. ഓക്കെ, യൂസ് M20 കോൺക്രീറ്റ് ആൻഡ് Fe415 HYSD ബാസ്. ഓക്കെ, FCK 20 N/mm², FY 415 N/mm². ഇവിടെ ഫിഗറിൽ കാണുന്നതാണ് ടൈപ്പ്. ഓക്കെ, അവിടെ ലാൻഡിംഗ് ബീമുണ്ട്, നിങ്ങൾക്ക് കാണാം. ഓക്കെ, ആ സ്റ്റെയറിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്ലൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ലാൻഡിംഗ് ബീംസ് ആണ്. അപ്പം ഇതിൻ്റെ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് കണ്ടീഷൻ ഇങ്ങനെ വരുമ്പോൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സപ്പോർട്ടാണ്, അതായത് ബീമിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് വരിക. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഫിഗറിൽ കാണുന്ന പോലെ L എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എഫക്റ്റീവ് സ്പാൻ L ആണ്, അതായത് ആ ബീമിൻ്റെ സെൻറ്ററിൽ നിന്ന് ബീമിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഗിവൺ ഡാറ്റ എഴുതുക. ഇപ്പം ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് കാര്യങ്ങൾ തന്നുകൊണ്ടാണ് ഞാനിവിടെ എടുത്ത് എഴുതാഞ്ഞത്. ഓക്കെ, അപ്പോൾ എക്സാമിന് ചെയ്യുമ്പോൾ ഗിവൺ ഡാറ്റ എഴുതണം. ഓക്കെ, സ്റ്റെപ്പ് 1 എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഓൾറെഡി പ്രൊപ്പോർഷനിങ് ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ വരുന്നില്ല. ഓൾറെഡി പ്രൊപ്പോർഷനിങ് എല്ലാം ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങളാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, ഗിവൺ ഡാറ്റയായിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്രൊപ്പോർഷനിങ് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. പ്രൊപ്പോർഷനിങ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഓൾറെഡി ഗിവൺ ആണ്. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് സ്പാൻ വെച്ച് തന്നെ ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പ്രൊപ്പോർഷനിങ് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് സ്പാൻ ആണല്ലോ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ എഫക്റ്റീവ് സ്പാൻ നമുക്ക് കണ്ടുപിടിക്കാം. എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സപ്പോർട്ടിംഗ് ബീമാണ്. ഓക്കെ, അപ്പം ഗോയിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് സ്റ്റെപ്സ് വരുന്ന, ഓക്കെ, ആ ട്രെഡിൻ്റെ എത്ര 10 ട്രെഡ്സ് ആണ് നമുക്കുള്ളത് അല്ലേ, അല്ലെങ്കിൽ 10 സ്റ്റെപ്സ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 10 × 300 ആണ്. 300 ആണ് ട്രെഡിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ 10 ട്രെഡ് പറയുമ്പോൾ 300 × 10 ദാറ്റ് ഈസ് 3000 mm ആണ് ലെങ്ത് ഓഫ് ഗോയിങ് വരിക. ഓക്കെ, അതിന് ശേഷമാണ് അവിടെ സപ്പോർട്ട് വരുന്നത്, അതായത് ലാൻഡിംഗ് ബീം വരുന്നത്. ലാൻഡിംഗ് ബീമിൻ്റെ ഹാഫ് 2 സൈഡിൽ നിന്നും ആഡ് ചെയ്യാം. ഓക്കെ, അതായത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ലാൻഡിംഗ് ബീമിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 300 mm ആണ്, അല്ലെങ്കിൽ 0.3 മീറ്റർ ആണ്. അപ്പോൾ ഓരോ സൈഡിൽ നിന്നും 0.3/2 സെൻറ്റർ. ഓക്കെ, അതായത് ഇപ്പം ഗോയിങ്ങിൻ്റെ ഇപ്പോൾ ഒരു എൻഡിലുള്ള ഗോയിങ്ങിൻ്റെ ഒരു എൻഡിൽ നിന്ന് സപ്പോർട്ടിൻ്റെ സെൻറ്ററിലേക്ക്, ബീമിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.3/2 അല്ലെങ്കിൽ 300/2 ആയിരിക്കും. ഓക്കെ, അതേപോലെ അനദർ എൻഡിൽ നിന്നും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് ഗോയിങ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 300 × 10 ദാറ്റ് ഈസ് 3 മീറ്റർ. എഫക്റ്റീവ് സ്പാൻ ഈസ് ഈക്വൽ ടു 3 + 0.3/2 + 0.3/2 ദാറ്റ് ഈസ് 3.3 മീറ്റർ ആണ്. ഓക്കെ, അതേ ലെങ്ത് ഓഫ് ഗോയിങ് പ്ലസ് അവിടെ ലാൻഡിംഗ് ബീമിൻ്റെ വിഡ്ത്തിൻ്റെ ഹാഫ് 2 സൈഡിലും ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 3.3 മീറ്റർ എഫക്റ്റീവ് സ്പാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് വെയ്റ്റ് സ്ലാബിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം എഫക്റ്റീവ് ഡെപ്ത് D എന്ന് പറയുന്ന L/25, നമ്മൾ ആസ് യൂഷ്വൽ എടുക്കുന്ന പോലെ L/25 എടുക്കാം. ഇവിടെ എഫക്റ്റീവ് സ്പാൻ 3300 mm ആണ്. 3300 / 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 132 mm എന്ന് പറഞ്ഞ് കിട്ടും. അത് റൗണ്ട് ചെയ്തിട്ട് 140 mm എന്ന് പറഞ്ഞെടുത്തു. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് ഡെപ്ത് കിട്ടി. എഫക്റ്റീവ് കവർ ഞാൻ ആസ് യൂഷ്വൽ 30 mm അസ്യൂം ചെയ്തു. അപ്പോൾ ഓവറോൾ ഡെപ്ത് അല്ലെങ്കിൽ ഓവറോൾ തിക്നെസ് എന്ന് പറയുന്നത് 140 + 30 ദാറ്റ് ഈസ് 170 mm അവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ വെയ്റ്റ് സ്ലാബിൻ്റെ തിക്നെസ്സുമായി.
നെക്സ്റ്റ് സ്റ്റെപ്പ് 3 ലോഡ് കാൽക്കുലേഷനാണ്. അപ്പോൾ ആദ്യം ഡെഡ് ലോഡ് നമുക്കെടുക്കാം. വെയ്റ്റ് സ്ലാബിൻ്റെ ഡെഡ് ലോഡ് നമുക്കെടുക്കാം. ഓക്കെ, ലോഡ് കാൽക്കുലേഷനിൽ ഫസ്റ്റ് ഡെഡ് ലോഡ് ഓഫ് വെയ്റ്റ് സ്ലാബ് പെർ മീറ്റർ ലെങ്ത്. ഓക്കെ, അപ്പോൾ 25 d ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ ഡിവൈഡ് ബൈ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു ഡി എന്ന് പറയുന്ന 170 mm ആണ്. അത് 0.17 മീറ്റർ ആയിരിക്കും. എല്ലാം മീറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, കാരണം 25 എന്ന് പറയുന്നത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, റൂട്ട് ഓഫ് 0.15 സ്ക്വയർ പ്ലസ് 0.3 സ്ക്വയർ ഡിവൈഡ് ബൈ 0.3 സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പം 4.75 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, ഇനി ഡെഡ് ലോഡ് ഓഫ് സ്റ്റെപ്പ് പെർ മീറ്റർ ലെങ്ത്. ഓക്കെ, ഡെഡ് ലോഡ് ഓഫ് സ്റ്റെപ്പ് പെർ മീറ്റർ ലെങ്ത് 25 r/2 ആണ് സ്റ്റെപ്പിൻ്റെ ഡെഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പം 25 ഇൻറ്റു r.15 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.875 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, അപ്പം സ്റ്റെപ്പിൻ്റെ വെയ്റ്റും വെയ്റ്റ് സ്ലാബിൻ്റെ ഡെഡ് വെയ്റ്റും അല്ലെങ്കിൽ ഡെഡ് ലോഡ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ടോട്ടൽ ഡെഡ് ലോഡ് എന്ന് പറയുന്നത് 1.875 പ്ലസ് 4.75 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഡെഡ് ലോഡ് 6.625 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇത് ഓവർ ക്രൗഡിങ് വരുന്ന കേസ് ആയതുകൊണ്ട് ലൈവ് ലോഡ് 5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അപ്പോൾ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് 6.625 പ്ലസ് 5 എന്നുള്ളതാണ്. ടോട്ടൽ ലോഡ് 11.625 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ കിട്ടും. ഫാക്ടർ ലോഡ് എന്ന് പറയുമ്പോൾ 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 11.4375 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ലോഡ് കാൽക്കുലേഷനും ചെയ്തു. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എഫക്റ്റീവ് സ്പാൻ എടുത്തു, അതിനുശേഷം വെയ്റ്റ് സ്ലാബിൻ്റെ ഓവറോൾ തിക്നെസ് എടുത്തു, അതിനുശേഷം ലോഡ് കാൽക്കുലേഷൻ ചെയ്തു. ഓക്കെ, ആ വെയ്റ്റ് സ്ലാബിൻ്റെ ഡെഡ് ലോഡും അതുപോലെ തന്നെ സ്റ്റെപ്പിൻ്റെ ഡെഡ് ലോഡും എടുത്തതിന് ശേഷം രണ്ടും ആഡ് ചെയ്ത് ടോട്ടൽ ഡെഡ് ലോഡ് എടുത്തു. അതിനുശേഷം ലൈവ് ലോഡ് 5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ടോട്ടൽ ഡെഡ് ലോഡിൻ്റെ കൂടെ ആഡ് ചെയ്തു. അങ്ങനെ ടോട്ടൽ ലോഡ് നമുക്ക് കിട്ടി, അതാണ് 11.625. അതിനെ ഫാക്ടർ ചെയ്തു, 17.4375 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ കിട്ടി. ഓക്കെ, സ്റ്റെപ്പ് 4 ഫാക്ടേർഡ് ബെൻഡി മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത രണ്ട് പ്രോബ്ലത്തിലും ബെൻഡി മൊമെൻറ്റ് നമ്മൾ എടുത്തപ്പം ഓക്കെ നമ്മൾ ആ ലോഡ് ഡയഗ്രാം വരച്ചിട്ട് നമ്മൾ റിയാക്ഷൻസ് ഒക്കെ കണ്ടുപിടിക്കുകയായിരുന്നു ബെൻഡി മൊമെൻറ്റ് ചെയ്തിരുന്നത് അല്ലേ. സെൻറ്ററിൽ വരുന്ന മാക്സിമം ബെൻഡി മൊമെൻറ്റ് അങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അതായത് ഡയറക്റ്റ് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ സപ്പോർട്ട് വരുന്നത് സപ്പോർട്ട് വരുന്നത് ഈ ഫ്ലൈറ്റ് കഴിഞ്ഞ ഉടനെയാണ് അല്ലേ. അതായത് അതിൻ്റെ ആ ഫ്ലൈറ്റിൻ്റെ ബോട്ടത്തിലും അതുപോലെ തന്നെ ടോപ്പിലുമായിട്ടാണ് ഈ ലാൻഡിങ് ബീം വരുന്നത്. അപ്പം തന്നെ ഇതിൽ ലാൻഡിങ് സ്ലാബിൽ വരുന്ന വെയിറ്റ് വരുന്നില്ല. ഓക്കെ, അതായത് ഇതിൻ്റെ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് ആ ബീമിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിൽ വരുന്നത് ആ ഫ്ലൈറ്റിൻ്റെ ലോഡ് മാത്രമാണ്. അതായത് സ്റ്റെപ്പും ആ വെയ്റ്റ് സ്ലാബും അടങ്ങിയിട്ടുള്ള ആ ലോഡ് മാത്രമാണ്. ഈ നോർമലി ലാൻഡിങ് സ്ലാബിൻ്റെ വെയിറ്റ് ഇതിലേക്ക് വരുന്നില്ല. ലാൻഡിങ് സ്ലാബ് എന്നുള്ള രീതിയിൽ ആ എഫക്റ്റീവ് സ്പാൻ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന എഫക്റ്റീവ് സ്പാനിലേക്ക് ആ ലോഡ് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള നോർമലി ഉള്ള ഒരു ബീമിൻ്റെ കേസ് പോലെ തന്നെയാണ്. അതായത് രണ്ട് സപ്പോർട്ട് ആ ഫുൾ സ്പാനിൽ ഒരു പർട്ടിക്കുലർ യു ഡി എൽ തന്നെ ആക്ട് ചെയ്യുന്നു. ഫുൾ സ്പാനിൽ ആ സെയിം മാഗ്നിറ്റ്യൂഡുള്ള യു ഡി എൽ തന്നെ ആക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ. ഓക്കെ, ഫ്ലൈറ്റ് ആണല്ലോ വരുന്നത്, ഫ്ലൈറ്റും ലാൻഡിങ്ങും കൂടി മിക്സ് ചെയ്തിട്ടല്ല വരുന്നത്. ഓക്കെ, നമ്മൾ മുന്നേ ചെയ്ത ഔട്ടർ എഡ്ജിൽ സപ്പോർട്ട് വരുന്ന കേസും അതുപോലെ തന്നെ ലാൻഡിങ് സ്ലാബിൻ്റെ എഡ്ജിൽ സപ്പോർട്ട് വരുന്ന കേസ് ആണെങ്കിലും അതിലൊക്കെ ലാൻഡിങ് സ്ലാബിൻ്റെ വെയിറ്റും കൂടിയും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അത് കൺസിഡർ ചെയ്യേണ്ട. നമുക്ക് ഫാക്ടേർഡ് ബെൻഡി മൊമെൻറ്റ് എന്നുള്ളത് WU_L² ഡിവൈഡ് ബൈ 8 എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് കിട്ടും, നമ്മൾ നോർമലി ബീമിലും സ്ലാബിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ. ഓക്കെ, അപ്പോൾ WU_L² ബൈ 8 എന്ന് പറയുമ്പോൾ W 17.4375 ഇൻറ്റു L എന്ന് പറയുന്ന 3.3 മീറ്റർ ആണ്. അപ്പോൾ ഇൻറ്റു 3.3 സ്ക്വയർ ഡിവൈഡ് ബൈ 8 23.73 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി സ്റ്റെപ്പ് 5 ചെക്ക് ഫോർ എഫക്റ്റീവ് ഡെപ്ത് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് MU ലിമിറ്റ് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. MU ലിമിറ്റ് എന്ന് പറയുന്നത് Fe415 ഗ്രേഡ് സ്റ്റീലിന് 0.138 FCK/BD², ദാറ്റ് ഈസ് 0.138 20 × 1000 × 140 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ 54.096 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടി. MU എന്ന് പറയുന്നത് 23.73 ആയിരുന്നു. ഓക്കെ, അപ്പോൾ MU വാല്യൂ
ഈസ് ലെസ് ദാൻ MU ലിമിറ്റാണ്. ഓക്കെ, MU വാല്യൂ ഈസ് ലെസ് ദാൻ MU ലിമിറ്റ്. അപ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഡെപ്ത് ഓക്കെ ആണ്. ഹെൻസ് അഡോപ്റ്റഡ് ഡെപ്ത് ഈസ് ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഏരിയ ഓഫ് മെയിൻ സ്റ്റീൽ കണ്ടുപിടിക്കാം. ഇപ്പോൾ MU = 0.87 FI AST × D × 1 - AST FI / BD/FCK. കോഡിലുള്ള ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. MU എന്ന് പറയുന്നത് 23.73 × 10⁶ ആണ്. ഓക്കെ, ഈക്വൽ ടു 0.87 × FI 415 AST unknown × D 140 × 1 - 415 AST divided by 1000 × 140 B 1000 D 140 FCK 20. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ AST = 507.65 mm² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി നമ്മൾ മിനിമം AST ആയിട്ട് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ AST മിനിമം = 0.12% ഓഫ് BD. 0.12/100 × 1000 × 170 ചെയ്ത് കഴിഞ്ഞപ്പോൾ 204 mm² എന്ന് പറഞ്ഞു കിട്ടി. അപ്പോൾ AST മിനിമത്തിനേക്കാളും കൂടുതലാണ് AST റിക്വയർഡ് വരുന്നത്. അതുകൊണ്ട് ഓക്കെയാണ്. AST റിക്വയർഡ് ഈസ് ഗ്രേറ്റർ ദാൻ AST മിനിമം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഇത് ഓക്കെ ആയതുകൊണ്ട് തന്നെ ആ AST വെച്ചിട്ട് ബാക്കിയുള്ള കാൽക്കുലേഷൻ ചെയ്യണം. നമ്മൾ 12 mm ഡയമീറ്റർ ബാർ അസ്യൂം ചെയ്യാണ്. ഇവിടെ നമുക്ക് AST കിട്ടിയിരിക്കുന്ന 500-നേക്കാളും ജസ്റ്റ് മേലെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 16 mm തന്നെ അഡോപ്റ്റ് ചെയ്യണമെന്നില്ല, 12 mm കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 12 mm എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ സ്പേസിങ് കണ്ടുപിടിക്കാം. 16 കൊടുത്തുകൊണ്ട് തെറ്റാന്നല്ല, 16 കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ സ്പേസിങ് വളരെ കൂടുതലായിരിക്കും കിട്ടും. അപ്പോൾ സ്പേസിങ് = 1000 AS/AST. അപ്പോൾ 1000 × AS എന്ന് പറയുമ്പോൾ 12 mm ഡയമീറ്റർ ബാസ് ആണെങ്കിൽ π × 12² / 4 ആണ്. ഡിവൈഡ് ബൈ AST 507.65. അപ്പോൾ സ്പേസിങ് നമുക്ക് 222.786 mm എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ റൗണ്ട് ചെയ്ത് 200 mm എന്ന് ഞാൻ എടുത്തു. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ 220 എടുക്കാം, 210 എടുക്കാം. ഞാനിവിടെ 200 എന്ന് പറഞ്ഞ് റൗണ്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ചെക്ക് ഫോർ സ്പേസിങ് 200 mm ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ സ്പേസിങ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ മിനിമം ഓഫ് ദ ഫോളോയിങ്. സ്പേസിങ് എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ ഏതാണോ ചെറുത് അതിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ആദ്യത്തെ 200 mm, രണ്ടാമത്തെ 300 mm കൂടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ 3 × D ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 140 ദാറ്റ് ഈസ് 420 mm. ഇതിൽ ചെറുത് 200 mm തന്നെയാണ്. അപ്പോൾ 200 mm നമുക്ക് ഡെപ്ത് 200 mm നമുക്ക് സ്പേസിങ് അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, therefore adopt 200 mm spacing. ഓക്കെ, പ്രൊവൈഡ് 12 mm ഡയാബാസ് 200 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. അപ്പോൾ AST പ്രൊവൈഡഡ് എന്ന് പറയുന്നത് 1000 AS/ സ്പേസിങ്. ഓക്കെ, 1000 × π × 12² / 4/200 ദാറ്റ് ഈസ് 565.48 mm² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ മെയിൻ ബാസിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഏരിയ, അതുപോലെ തന്നെ അതിൻ്റെ എങ്ങനെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഏത് ഡയ കൊടുക്കണം, എത്ര സ്പേസിങ് കൊടുക്കണം എന്നൊക്കെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, മെയിൻ ബാസിൻ്റെ AST അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട മെയിൻ ബാസിൻ്റെ ഡയ, അതിൻ്റെ സ്പേസിംഗ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കേസ്. ഓക്കെ, അപ്പോൾ AST = 0.12% BD നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു, 204 mm². അപ്പോൾ ഞാനിവിടെ 8 mm ഡയമീറ്റർ ബാർ അസ്യൂം ചെയ്യണം. അപ്പോൾ സ്പേസിംഗ് എന്ന് പറയുന്നത് 1000 AS/AST ദാറ്റ് ഈസ് 246.4 mm. ഓക്കെ, അപ്പോൾ ഞാൻ റൗണ്ട് ചെയ്ത് 240 mm എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. അപ്പോൾ സ്പേസിങ് ചെക്ക് ചെയ്യണം. സ്പേസിങ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ മിനിമം ഓഫ് ദ ഫോളോയിങ്. ആദ്യത്തെ 240 mm, രണ്ടാമത്തെ 450 mm, മൂന്നാമത്തെ 5D-നേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ 5 × D എന്ന് പറയുമ്പോൾ 5 × 140 ദാറ്റ് ഈസ് 700 mm. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് 240 ആണ്. അപ്പോൾ 240 mm സ്പേസിങ് ഞാൻ അഡോപ്റ്റ് ചെയ്യാണ്. Therefore adopt 240 mm spacing. Provide 8 mm diabase at 240 mm center to center spacing. AST provided എന്ന് പറയുന്നത് 1000 AS/ spacing ആണ്. അപ്പോൾ 1000 × π × 8² / 4 ASI. ഓക്കെ, π × 8² / 4 എന്ന് പറയുന്നത് ASI ഡിവൈഡ് ബൈ 240. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 209.43 mm² എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ഇതാണ് AST പ്രൊവൈഡഡ്. ഇനി സ്റ്റെപ്പ് 8 ഡെവലപ്മെൻറ്റ് ലെങ്ത് കണ്ടുപിടിക്കുക. LD = 0.87 FI × 5 ഡിവൈഡ് ബൈ 4 tau BD. ഇപ്പോൾ 0.87 × 415 × 5 12 ആണ് ഡിവൈഡ് ബൈ 4 × ഓക്കെ tau BD എന്ന് പറയുന്നത് 1.2 ആണ്. അതിൻ്റെ 60% അഡീഷണൽ കൺസിഡർ ചെയ്യുമ്പോൾ ഇൻറ്റു 1.6. ഓക്കെ, 4 × 1.6 × 1.2 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 564.14 mm കിട്ടും. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 600 mm എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, പിന്നെ ഡിസൈൻ സമ്മറിയാണ്. തിക്നെസ് ഓഫ് 8 സ്ലാബ്
കണ്ടുപിടിച്ചിരിക്കുന്നത് 170 mm എന്നുള്ള രീതിയിലാണ്. മെയിൻ ബാസ് എന്ന് പറയുന്നത് 12 mm ഡയമീറ്റർ ബാസ് അറ്റ് 200 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. ഡിസ്ട്രിബ്യൂഷൻ ബാസ് 8 mm ഡയാ ബാസ് അറ്റ് 240 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഫിഗർ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഗർ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് കഴിഞ്ഞ ഉടനെ ഞാൻ ലാൻഡിങ് ബീം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലാൻഡിങ് ബീമിൽ നോർമലി ബീമിൽ വരുന്ന പോലെ തന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അത് കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന സ്റ്റെപ്പിൽ, അതായത് ആ ഫ്ലൈറ്റിൽ വരുന്ന റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അപ്പോൾ അത് മാത്രമാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, അവിടെ താഴെ ഞാൻ 0.3 മീറ്റർ വീതിയുള്ള ലാൻഡിങ് ബീം രണ്ട് സൈഡിലും കാണിച്ചു. അതിൻ്റെ ഈ എൻഡ് മുതൽ, അതായത് ആ ബീമിൻ്റെ എൻഡ് മുതൽ അടുത്ത ബീമിൻ്റെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് ലെങ്ത് ഓഫ് ഗോയിങ് എന്ന് പറയുന്ന 3 മീറ്റർ ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഡെവലപ്മെൻറ്റ് ലെങ്ത് 600 mm അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ട്രെഡ് 300 mm, റൈസ് 150 mm ആണ്. അപ്പം നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ സപ്പോർട്ടിൻ്റെ മിഡ് സ്പാൻ പോർഷനിൽ, അല്ലെങ്കിൽ സപ്പോർട്ടിൻ്റെ അകത്ത് വരുന്ന പോർഷനിൽ ടെൻഷൻ സോൺ എന്ന് പറയുന്നത് ബോട്ടത്തിലാണ്. ഓക്കെ, അപ്പം ബോട്ടത്തിൽ മെയിൻ ബാസ് പ്രൊവൈഡ് ചെയ്തു. അതിൻ്റെ മേലെയായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ബാസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം. ഓക്കെ, എന്നാൽ സപ്പോർട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ ബോട്ടത്തുനിന്ന് അത് ടോപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ബോട്ടത്തിലുള്ളത് ടോപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്ത് നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം മെയിൻ ബാസ് 12 mm ഡയമീറ്റർ ബാസ് 200 mm സെൻറ്റർ ടു സെൻറ്റർ. അപ്പോൾ ആ ഫ്ലൈറ്റിൽ നിന്ന് അത് ലാൻഡിങ് പോർഷനിലേക്ക് ഓക്കെ കയറുമ്പോൾ അവിടെ റീഇൻഫോഴ്സ്മെൻറ്റും മെയിൻ ബാസ് ടോപ്പിലേക്ക് മാറി. അതുപോലെ അവിടെ ബോട്ടത്തിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് LD എന്ന് പറയുന്ന ഡെവലപ്മെൻറ്റ്, അതായത് 600 mm കറസ്പോണ്ടിങ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണം ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വരയ്ക്കാനായിട്ട്. ഓക്കെ, നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോൾ മെയിൻ ബാർ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ടോപ്പിലൂടെ വന്ന് സപ്പോർട്ടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ, ഓക്കെ, അതായത് ഇൻ ബിറ്റ്വീൻ ആ സപ്പോർട്ടിങ് ബീംസിന് ഇൻ ബിറ്റ്വീൻ വരുമ്പോഴത്തേനും മെയിൻ ബാസ് ബോട്ടത്തിലായി. ഓക്കെ, ആ ലാൻഡിങ് ബീം കഴിഞ്ഞപ്പോഴത്തേനും അത് വീണ്ടും ടോപ്പിലേക്ക് മെയിൻ ബാസ് വന്നു. ഓക്കെ, അതിൻ്റെ അകത്ത് ഡിസ്ട്രിബ്യൂഷൻ ബാസ്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ബാർ എന്ന് പറയുന്ന 8 mm ഡയമീറ്റർ ബാസ് 240 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. അതുപോലെ തിക്നെസ് ഓഫ് 8 സ്ലാബ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ലാൻഡിങ് ബീമും അതിനകത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കാണിക്കണം. അപ്പോൾ കണ്ടിന്യൂഷൻ്റെ സിമ്പിൾ ഇട്ടാൽ ആ ഫുൾ നമ്പർ ഓഫ് സ്റ്റെപ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. അപ്പം കണ്ടിന്യൂഷൻ്റെ സിമ്പിൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 3 ടൈപ്പ് സ്റ്റെയർ കേസിൻ്റെയും ഡ്രോയിങ് വരയ്ക്കുന്നതും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോബ്ലം ഇവിടെ കഴിഞ്ഞു. താങ്ക് യു. ഇനി ഈ മൊഡ്യൂളിൽ നമുക്ക് ചെറിയൊരു തിയറിയും കൂടിയും വരുന്നുണ്ട്. അതായത് കൺസെപ്റ്റ് ഓഫ് ട്രെഡ് റൈസർ ടൈപ്പ് സ്റ്റെയർസ് ആണ്. ഓക്കെ, അതും അതിൻ്റെ ഡീറ്റെയിലിങ്ങുമാണ്. അപ്പോൾ ട്രെഡ് റൈസർ സ്റ്റെയർ കേസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ട്രെഡ് റൈസർ സ്റ്റെയർ കേസ് എന്ന് പറയുമ്പോൾ അതിൽ വെയിറ്റ് സ്ലാബ് ഉണ്ടാവില്ല, ജസ്റ്റ് ട്രെഡും റൈസറും മാത്രം, അല്ലെങ്കിൽ ട്രെഡും റൈസും മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും, അല്ലെങ്കിൽ ഓർമ്മ വരും. ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ട്രെഡ് റൈസർ സ്റ്റെയർ കേസ് ഡസ് നോട്ട് ഹാവ് എനി ബേസ് സ്ലാബ്. ഓക്കെ, അതായത് ബേസ് സ്ലാബ് ഇല്ല. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ഈസ് പോപ്പുലർ ഡ്യൂ ടു ഇറ്റ്സ് പ്ലീസിങ് അപ്പിയറൻസ്. അപ്പോൾ ബേസ് സ്ലാബ് ഇല്ലാതെ നമ്മൾ ആ ട്രെഡും റൈസും മാത്രമായിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതൊരു പ്ലീസിങ് അപ്പിയറൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതല്ലെങ്കിൽ ഒരു ബ്യൂട്ടി, ഓക്കെ, ആ സ്റ്റെയർ കേസിന് ഒരു ഭംഗി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദ ഡിസൈൻ ഓഫ് steps for a tread riser staircase is similar to that of dog-leg staircase, but the reinforcement is provided in a different manner. അപ്പം ഡിസൈൻ സ്റ്റെപ്സ് ട്രെഡ് റൈസർ സ്റ്റെയർ കേസിൽ വരുന്ന ഡിസൈൻ സ്റ്റെപ്സ് ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ കേസിൻ്റെ ഡിസൈനുമായിട്ട് സിമിലർ ആണ്. എന്നാൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ്. ഓക്കെ, അപ്പം പ്രത്യേകിച്ച് സ്ട്രെങ്ത് വൈസ് ഒന്ന് നോക്കുമ്പോൾ നോർമലി ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ കേസും ട്രെഡ് റൈസർ ടൈപ്പ് സ്റ്റെയർ കേസും തമ്മിൽ വലിയൊരു വ്യത്യാസമൊന്നുമില്ല, വലിയ ഡിഫറൻസ് ഇല്ല. എന്നാൽ ഒരു ആസ്തെറ്റിക് ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു പ്ലീസിങ് അപ്പിയറൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രെഡ് റൈസർ ടൈപ്പ് സ്റ്റെയർ കേസിന് സാധിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ട്രെഡ് റൈസർ സ്റ്റെയർ കേസിൻ്റെ ഫിഗർ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതെവിടെയാണ് കണ്ടിട്ടുള്ളതെന്ന് ഓർമ്മ വന്നിട്ടുണ്ടാവും. ഈ ഒരു ടൈപ്പ് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ ട്രെഡ് റൈസർ ടൈപ്പ് സ്റ്റെയർ കേസ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ള ക്ലിയർ ആയിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് നമുക്ക് നോക്കാം.
ഓക്കെ, ഇത് റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്ന ഡോഗ്ലെഗ് സ്റ്റെയർ കേസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് കാണാം, ഡീറ്റെയിലിംഗ് ഓഫ് ഡെഡ് റൈസർ സ്റ്റെയർ കേസ്. ഓക്കെ, അപ്പം ഇതിൽ മെയിൻ ബാസ് സ്റ്റെപ്പിന് അലോങ് ആയിട്ട്, അതുപോലെ തന്നെ ലാൻഡിങ് സ്ലാബിന് അലോങ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതായത് ആ സ്റ്റെപ്പിൻ്റെ റൈസിന് പാരലായിട്ട്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്, അല്ലെങ്കിൽ ആ ലാൻഡിങ് സ്ലാബിന് അലോങ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതായത് ലാൻഡിങ് സ്ലാബിലും മെയിൻ ബാസ് എന്ന് പറയുന്നത് അതിൻ്റെ റൈസിന് പാരലായിട്ട് തന്നെയാണ് മെയിൻ ബാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഈ മെയിൻ ബാസിനെ ചുറ്റിയാണ് ഉണ്ടാവുക. ഓക്കെ, നമുക്കിവിടെ കാണാം, അവിടെ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് മെയിൻ ബാസ് അവിടെ ഒരു പർട്ടിക്കുലർ സ്പേസിങ്ങിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിനെ ചുറ്റിയിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ ബാസ് ഉണ്ടാവുക, നമ്മൾ ബീമിലൊക്കെ സ്റ്റിറപ്സ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ. ഓക്കെ, അപ്പം ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറിയപ്പോൾ നിങ്ങൾക്ക് കാണാം, അവിടെ ആ ലാൻഡിങ് എന്നുള്ള ആ റീഇൻഫോഴ്സ്മെൻറ്റ്, ഓക്കെ, ആ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഈ സ്റ്റെപ്പിലേക്ക് അകത്തേക്ക് കയറി നിൽക്കുന്നതായിട്ട് കാണാം. ഓക്കെ, സ്റ്റെപ്പിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഇവിടെ വരുന്ന മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റിന്, ഓക്കെ, അതായത് സ്റ്റെപ്പിൽ വരുന്ന മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ്, ആ സ്റ്റെപ്പിന് അലോങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റിനെ ചുറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു, സ്റ്റിറപ്പ് ചുറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പോലെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കാണാം. അപ്പോൾ ഓരോ പോർഷനിലും, അതായത് ഓരോ സ്റ്റെപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ആ സ്റ്റിറപ്പ് പോലെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതിൻ്റെ ആ എൻസ് കാണാം. ഓക്കെ, ഓരോ വളച്ച് കൊടുത്തിട്ടുള്ള എൻസ് നിങ്ങൾക്ക് അവിടെ ഫിഗറിൽ കാണാം, ഓരോ സ്റ്റെപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടും. അപ്പം ഈ ലാൻഡിങ്ങിൽ നിന്നുള്ള റീഇൻഫോഴ്സ്മെൻറ്റ്, ആ ടോപ്പിലുള്ള ആ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് 2 സ്റ്റെപ്പിലേക്ക് കയറി നിൽക്കും. ഓക്കെ, അതിനുശേഷം ആ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ടോപ്പിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പിൻ്റെ ബോട്ടത്തിലേക്ക് കയറി നിൽക്കും. അപ്പോൾ അങ്ങനെയാണ് കണക്ട് ചെയ്ത് വരുന്നത്. അതായത് മൊത്തത്തിൽ ഈ ഓരോ സ്റ്റെപ്പിലെ റീഇൻഫോഴ്സ്മെൻറ്റും തമ്മിൽ പരസ്പരം ലിങ്ക് ഉണ്ട്, കണക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ വരയ്ക്കാനായിട്ട് പഠിച്ചു വച്ചിരിക്കണം. ഓക്കെ, അപ്പം ഈ ഫിഗർ ഒന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ ഫിഗർ വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് മെയിൻ ബാസ് എന്ന് പറയുന്നത് നമുക്ക് റൗണ്ടിൽ കാണുന്നതാണ്. ഓക്കെ, ആ റൗണ്ടിലുള്ള ബാസിനെ റൗണ്ട് ചെയ്തിട്ടാണ് ടൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടൈസ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, പിന്നെ റൈസും ട്രെഡും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നീറ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ തന്നെ 5 മാർക്ക് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, അതിന് ട്യൂട്ടോറിയൽസ് ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്, അപ്പോൾ അത് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.